ഈശ്വര, ഏട്ടത്തി, തലനാരി ഇഴയ്ക്ക രാധിക രക്ഷപ്പെട്ടത്. അല്ലായിരുന്നെങ്കി ഇതെന്താ അമ്മേ, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഓരോരോ കാര്യങ്ങളും നമ്മുടെ വീട്ടിൽ നടക്കുന്നേ. അവിടെ ഇങ്ങോട്ട് വീഴാവുന്ന തരത്തില് ചെടിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് താഴെ വീഴണമെങ്കില് ആരെങ്കിലും കരുതി കൂട്ടി ചെയ്യണ്ടേ? അത് തന്നെയാ എല്ലാവരുടെയും സംശയം. സംഭവം നടന്ന ഉടനെ വരുണും രാധികയും ടെറസ് മുഴുവൻ അരിച്ചു പെറുക്കി. ഒരാളെയും കാണാനില്ല. കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, കാരണമൊട്ട് അറിയുന്നുമില്ല. അമ്മേ, ഇതേ പ്രിയങ്കയുടെ ആത്മാവിന്റെ പണി തന്നെയാ, ഒട്ടും സംശയിക്കണ്ട. എടത്തി, എത്ര ലക്ഷണം നമ്മൾ ഈ കാണുന്നത്. ഇനിയെങ്കിലും നമ്മൾ ഈ കാര്യത്തില് കൃത്യമായൊരു നിലപാടെടുത്തില്ലെങ്കിൽ ആർക്കാ എന്താ എപ്പോഴാ വരികയെന്നൊന്നും പറയാൻ പറ്റില്ല. അമ്മേ, അവളുടെ ലക്ഷ്യം രാധിക തന്നെയാ. രാധിക വരുണിന്റെ ജീവിതത്തിലേക്ക് വന്നു കയറിയത് പ്രിയങ്കയുടെ ആത്മാവിന് സഹിക്കൂ? എങ്ങനെയും കൊല്ലാൻ നോക്കില്ലേ? എടത്തി, ഞങ്ങൾക്ക് രണ്ടുപേർക്കും രാധികയോടിപ്പോ ഒരു വിരോധമില്ല. രാധിക വരുണിന്റെ ഭാര്യയായതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷേ രാധികയോട് പക തീർക്കാൻ നടക്കുന്ന ഒരാത്മാവ് കൂടെയുള്ളവരോട് പക വീട്ടില്ലേ? ഏട്ടനും വയസ്സായ നമ്മുടെ അമ്മയ്ക്കും എന്തിന്, ഏട്ടത്തിക്കാണെങ്കിലും എന്തെങ്കിലും ഒന്ന് പറ്റിപ്പോയാ നമ്മൾ എന്ത് ചെയ്യും? അമ്മേ, വേറൊന്നും ആലോചിക്കാനില്ല. രാധികയെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നതാ നമുക്ക് നല്ലത്. എന്താ നിങ്ങൾ ഈ പറയുന്നത്? പ്രിയങ്കയുടെ ആത്മാവിന്റെ കാര്യം ചിലത് എനിക്കും തോന്നിയിട്ടുണ്ട്. പക്ഷേ അതിന്റെ പേരില് രാധികയെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാനൊന്നും പറ്റില്ല. അവളൊരു പാവം കുട്ടിയല്ലേ, നന്മ മാത്രമല്ലേ അവള് ചെയ്യാറുള്ളൂ.